ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ പെട്ടെന്ന് പ്രയാസപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ശരീരത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ പ്രയാസത്തിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നാം എന്താണ് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളെ മജ്ലിസിൽ പറയുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ സൂറത്തുകളൊക്കെ പല ആളുകളും പതിവാക്കിയതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്തയും പല സഹോദരിമാരും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മളെ മജ്ലിസിന്റെ ഉപകാരം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ ദഫഉ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റി ശാന്തിയും സമാധാനം നൽകി നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്നാണ്. നമ്മളെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും തൃപ്തിയും കരസ്ഥമാക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ചോദിച്ച ഒരു വിഷയമാണ്, പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ പെട്ടെന്ന് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായി കഴിഞ്ഞാൽ, പെട്ടെന്ന് ടെൻഷനിലാക്കുന്ന ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് കരകയറാൻ എന്താണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ പെട്ടെന്ന് കുറി കിട്ടണം, വളരെ പ്രയാസത്തിലാണ്, ഇന്നത്തെ കുറി കിട്ടിയിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ മാസത്തെ കുറി ലഭിച്ചിട്ടില്ലെങ്കിൽ വളരെ പ്രയാസത്തിലായി പോകും, വളരെ സങ്കടത്തിലായി പോകും. അതുകൊണ്ട് ആ കുറി കിട്ടാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്ർ, പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ മുറാദുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ പല സാധനങ്ങളും കളഞ്ഞു പോയിട്ടുണ്ട്, സ്വർണം കളഞ്ഞു പോയിട്ടുണ്ട്, താക്കോല് കളഞ്ഞു പോയിട്ടുണ്ട്, ക്യാഷ് കളഞ്ഞു പോയിട്ടുണ്ട്, അത് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ, അത് കിട്ടാൻ വേണ്ടി വല്ല ദിക്റും പ്രാർത്ഥനയും ചൊല്ലാനുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ട് കളഞ്ഞുപോയ സാധനം തെരഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ എന്ന് പറയുന്നത്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇദാ നസല ബി അഹദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹമ്മുൻ, വിഷമം, മാനസികമായ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ടെൻഷനുകള്, ഔ ഗമ്മുൻ, അതല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ദുഃഖത്തിലാഴ്ത്തുന്ന വല്ല പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ, മക്കളുടെ അടുക്കൽ നിന്ന് വല്ല മോശമായ കാര്യങ്ങളും സംഭവിച്ചാൽ, ഭർത്താവിന്റെ അടുക്കൽ നിന്ന് വല്ല പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കുടുംബക്കാരിൽ നിന്ന് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ, ഔസഖമുൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗം ബാധിച്ചു, ഹോസ്പിറ്റലിൽ പോയി എല്ലാം ചെക്ക് ചെയ്തു, അസുഖം ഡോക്ടറിന് വരെ തെളിയുന്നില്ല, ആ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അസലുൻ, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ്,
ജോലിയില്ലാത്ത പ്രശ്നങ്ങളാണ്, മക്കളുടെ സ്വഭാവം മോശമാണ്, അതല്ലെങ്കിൽ വീടില്ലാത്ത പ്രശ്നമാണ്. ഇങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഔ ആലാഉൻ, അല്ലെങ്കിൽ ആഫത്ത് മുസീബത്തുകളാണ്, ഒന്നിന്റെ മുകളിൽ ഒന്നായി ആഫത്ത് മുസീബത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫല്യഖുൽ, നിങ്ങൾ പറഞ്ഞോ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. സ്ക്രീനിലേക്കൊന്ന് നോക്ക്, എൻ്റെ കൂടെ എല്ലാവരും പറയ്. പേനയും കടലാസും എടുത്ത് എഴുതി വെച്ചോളൂ എൻ്റെ ഉമ്മമാരെ, ജീവിതത്തിൽ പകർത്തിക്കോളൂ. അത്രയും പവറാണ് ഈ ദിക്റിന്റെ മഹത്വം. എത്ര പറഞ്ഞാലും തീരുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഇസ്മ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേതാണ്? റബ്ബി. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇസ്മാണ്. ഈ ഇസ്മ വിളിക്കൽ അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടമാണ്. റബ്ബി, എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ എന്നുള്ള റബ്ബ് എന്നുള്ള പദം അള്ളാഹുവിന് പ്രത്യേകം വിളിക്കൽ ഇഷ്ടമാണ്. അതുകൊണ്ട് അത്രയും പവറുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇസ്മ കൂടെ ഇതിലുണ്ട്, അല്ലാ. അപ്പൊ അള്ളാഹുവിന്റെ രണ്ട് ഇസ്മായി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഒന്നുകൂടെ ചൊല്ല്, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. 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 ഈ ദിക്റാണ്, ഈ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലേണ്ടത്. പ്രയാസങ്ങൾ വരുമ്പോ, പെട്ടെന്ന് സങ്കടങ്ങൾ വരുമ്പോ, അതല്ലെങ്കിൽ മാറാവ്യാധി രോഗങ്ങൾ വരുമ്പോ, അതല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോ, അതല്ലെങ്കിൽ ഒന്നിന്റെ പിറകെ ഒന്നായി ആഫത്ത് മുസീബത്തുകൾ വരുമ്പോ, ഈ മഹത്തായ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഹത്തായ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ജോലിയില്ലാതെ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ജോലി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. കടങ്ങൾ കാരണം എത്രയോ ആളുകൾ മാനസികമായ പ്രശ്നത്തിലാണ്, ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റബ്ബേ, തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, നിന്റെ ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ നീ തുറന്നു നൽകണേ. നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ടുകാക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. സിഹ്ർ കണ്ണേറുകളെ തൊട്ടുകാക്കണേ അല്ലാ. അസൂയാലുക്കളെ തൊട്ടുകാക്കണേ റഹ്മാനെ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. മക്കളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ഈമാൻ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, ഞങ്ങളെ കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, വെല്ലുപ്പ വെല്ലുമ്മമാര്, ഭക്ഷണം തന്നവര്, ഞങ്ങളെ അയൽവാസികളുണ്ട് റബ്ബേ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സ്വാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ.
الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.